എന്നെ ഇറക്കി വിട്ടാലല്ല എനിക്ക് വിഷമം. കാരണം ആ പുള്ളിക്കാരൻ എൻ്റെ അടുത്ത് അത്രയും സ്നേഹത്തോടെ, ഭയങ്കര സ്നേഹത്തോടാണ് എൻ്റെ അടുത്ത് സംസാരിച്ചിട്ടുണ്ടായിരുന്നത്. അത്രയും ആളെന്നെ ഇന്ന് വയ്യ 70 വയസ്സുണ്ട്. ആ 70 വയസ്സുള്ള ആളെന്നെ ന്യൂയോർക്കെല്ലാം കറക്കാനെല്ലാം കൊണ്ടുപോയി. ഞാൻ ഒറ്റയ്ക്ക് പോവാന്ന് പറഞ്ഞിട്ട് പുള്ളി എൻ്റെ കൂടെ വന്നു. ബാക്ക് പാക്കർ അരുണിമ. അപ്പൊ ഈ വീഡിയോ കാണുന്ന ആർക്കും പുള്ളിക്കാരനെ അറിയാണ്ടിരിക്കുമെന്ന് എനിക്ക് തോന്നല്ല. അപ്പൊ എന്തായാലും ഈ പുള്ളിക്കാരി എന്ന് പറയുന്നത്, ഇനി ആരെങ്കിലും അറിയാത്തുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. പുള്ളിക്കാരി എന്ന് പറയുന്നത് ഒറ്റയ്ക്ക് പല പല സ്ഥലത്ത് സഞ്ചരിക്കുന്ന, അതായത് ഒരു ട്രാവൽ വ്ളോഗർ എന്നൊക്കെ നമ്മൾ പറയില്ലേ, ആ ഒരു രീതിക്കുള്ള ഒരാളാണ് ഈ പറഞ്ഞ അരുണിമ എന്ന് പറയുന്നത്. അപ്പൊ ഇവര് പല സ്ഥലത്തും പോയിട്ട് പല രീതിക്കുള്ള വിവാദങ്ങളും ഇവരായിട്ട് ഉണ്ടാക്കുന്നതല്ല, കാണുന്നവര് ഇത് പല രീതിക്കും വിവാദങ്ങളൊക്കെ ഉണ്ടാക്കാറുണ്ട്, പല രീതിക്കുള്ള ഇവരുടെ വീഡിയോസും കാര്യങ്ങളൊക്കെ. പക്ഷെ ഇപ്പോഴത്തെ വിവാദം എന്താണെന്ന് നോക്കി, വിവാദമല്ല, ഇപ്പോഴത്തെ ഒരു വിഷയം എന്താന്ന് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ, ഇവര് അമേരിക്കയ്ക്ക് ഒരു ട്രിപ്പ് പോയി. അപ്പൊ അമേരിക്കയ്ക്ക് ട്രിപ്പ് പോയപ്പോഴത്തേക്ക് അമേരിക്കനകത്ത് ന്യൂജേഴ്സി എന്ന് പറഞ്ഞൊരു സ്ഥലത്തേക്കാണ് ഇവര് ട്രിപ്പ് പോയത്. അപ്പൊ അങ്ങോട്ട് പോയപ്പോഴത്തേക്കും അതെന്ന് പറഞ്ഞാൽ ഗ്രാമപ്രദേശമാണ്. അപ്പൊ ആ ഒരു ഗ്രാമപ്രദേശത്ത് ആയതുകൊണ്ട് തന്നെ ഇവരുടെ ഒരു ഫ്രണ്ട് അവിടെ ഉണ്ട്. അപ്പൊ ഈ ഒരു ഫ്രണ്ട് എന്ന് പറയുന്നത് ഏകദേശം 70 വയസ്സോളം ഉണ്ട് ഈ പുള്ളിക്കാരന്. അപ്പൊ ഈ പുള്ളിക്കാരനാണ് ഈ പുള്ളിക്കാരനെ ക്ഷണിച്ചത് അങ്ങോട്ട്. അങ്ങനെയാണ് പുള്ളിക്കാരൻ അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞിട്ട് ഈ പുള്ളിക്കാരനൊപ്പം അവിടെയൊക്കെ ഒന്ന് കറങ്ങി കഴിഞ്ഞിട്ട് പിന്നെ ഈ പുള്ളിക്കാരി നേരെ ന്യൂയോർക്കിനകത്തേക്ക് പോയി. ന്യൂയോർക്കിനകത്താണ് മെയിൻ ഡെസ്റ്റിനേഷനും കാര്യങ്ങളൊക്കെ. അപ്പൊ അങ്ങനെ ന്യൂയോർക്കിനകത്തേക്ക് പോയി അവിടേക്ക് ഇറങ്ങി തിരിച്ച് ഈ പുള്ളിക്കാരന്റെ വീട്ടിനകത്തേക്ക്, ഈ ന്യൂജേഴ്സി എന്ന് പറഞ്ഞാൽ അങ്ങോട്ട് വന്നപ്പോഴത്തേക്കാണ് ഈ പുള്ളിക്കാരന്റെ വീട്ടുകാരാണെങ്കിൽ വൻ മുട. എന്നിട്ട് ഈ പുള്ളിക്കാരനെ വീട്ടിൽ നിന്ന് ഇറക്കി പുറത്താക്കി വിട്ട്. അപ്പൊ അതിനെ തുറന്നിട്ട് ഈ പുള്ളിക്കാരി പാതിരാത്രിയാണെന്ന് ആലോചിക്കുന്നത്, പാതിരാത്രി അത്രയും തണുപ്പത്ത് പുള്ളിക്കാരി വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയിട്ട് ഒരു ലൈവ് ഇട്ടിട്ടുണ്ടേ. അപ്പൊ ആ ലൈവ് നമുക്കത് കണ്ടു നോക്കാം, എന്നിട്ട് ബാക്കി പറയാം. ഞാനിത് ഇപ്പൊ നിൽക്കുന്നത് US-ലാണ്, ന്യൂജേഴ്സി എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്താണ്. ഞാനിതാ ഈ ഒരു വീട്ടിലാണ് ഞാൻ താമസിച്ചുകൊണ്ടിരുന്നത് കേട്ടോ. അപ്പോ ഈ വീട്ടില് എനിക്ക് 4 വർഷമായിട്ട് അറിയുന്ന ഒരു പുള്ളിക്കാരനാണ് ജോർജ് എന്ന് പറഞ്ഞത്. ആള് ഭയങ്കര പാവമായിരുന്നു. എന്നെ എയർപോർട്ടിൽ നിന്നൊക്കെ വിളിച്ചു. ഞാൻ ഈ പുള്ളിക്കാരന്റെ വീട്ടിലൊക്കെ പോയി താമസിച്ചു. അവരുടെ മക്കളുടെ വീട്ടിലും, അതായത് ആള് വലിഞ്ഞേറി വന്ന പോലെയാണ് ആള് ഇവിടെ. ഓക്കെ, അപ്പൊ കേട്ടല്ല, ആ പുള്ളി തന്നെ അവിടെ വലിഞ്ഞു കയറി വന്ന പോലെയാണ് താമസിക്കണേന്നാണ് പറയുന്നത്. അപ്പൊ അങ്ങനെ പറയുമ്പോ തന്നെ ഈ പുള്ളിക്കാരൻ അവിടെ എങ്ങനെ ജീവിക്കണേന്ന് നോക്കിക്കഴിഞ്ഞാൽ മക്കൾക്ക് വാടക കൊടുത്തിട്ടാണ് പുള്ളി അവിടെ ജീവിക്കണേന്ന്. അപ്പൊ അങ്ങനത്തെ ഒരു സിറ്റുവേഷനകത്തുള്ള ആളാണ് ഈ പുള്ളിക്കാരനെ വീട്ടിനകത്തേക്ക് വിളിക്കുന്നത്. എന്നിട്ട് വീട്ടിനകത്തേക്ക് വിളിച്ചു കഴിഞ്ഞിട്ട് ലാസ്റ്റ് പാതിരാത്രി അവർ വീട്ടിൽ നിന്ന് ഇറക്കി വിടുകയും ചെയ്തു ഈ പുള്ളിക്കാരനെ. അപ്പൊ അത് എന്തൊരു അവസ്ഥയാണ് നിങ്ങൾ ആലോചിച്ച് നോക്കണം. അത്രയും പാതിരാത്രി ഇങ്ങനെ ഒരാളെ ഇങ്ങനെ പുറത്തേക്ക് ചുമ്മാ അങ്ങ് ഇറക്കി വിടാം. അത് അവരുടെ നാടല്ല, അവരുടെ വീടും അല്ല, അവരുടെ ചുറ്റുവട്ടത്തൊന്നും അവരുടെ വീടും കാര്യങ്ങളൊന്നും ഇല്ല. അവർക്ക് ഒരു പരിചയമില്ലാത്ത സ്ഥലത്തേക്ക് പെട്ടെന്ന് അങ്ങോട്ട് ഇറക്കി അങ്ങോട്ട് വിടാൻ ബാക്കിയാണ്. അറിയില്ലായിരുന്നു. എന്റെ അടുത്ത് സ്നേഹത്തോടെ വിളിച്ചു ഇവിടെ വന്ന് താമസിക്കാൻ പറഞ്ഞപ്പോൾ ഒരുപാട്, നിങ്ങൾക്ക് അറിയാം, എന്റെ വീഡിയോയിൽ കാണുന്നവർക്ക് അറിയാം, ഞാൻ ഒരുപാട് വീടുകളിൽ പോയിട്ട് അങ്ങനെ താമസിക്കാറുണ്ട് എന്നെ സ്നേഹത്തോടെ വിളിക്കുമ്പോൾ. സോ ഞാൻ അങ്ങനെ ഇവിടെയും വന്ന് താമസിച്ചതാണ്. പക്ഷെ എന്താ, അമേരിക്ക വന്ന് ഫസ്റ്റ് ഡേയിൽ, രണ്ടാമത്തെ ദിവസം തന്നെ ഇങ്ങനെ ഉണ്ടാവും ഞാൻ വിചാരിച്ചില്ല. സോ ആളാണ് എന്നെ എയർപോർട്ടിൽ നിന്ന് വന്ന് വിളിച്ചതും. അത് കഴിഞ്ഞിട്ട് ഞാൻ ഇവിടെ വന്ന്, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, എന്റെ കൂടെ ന്യൂയോർക്ക് സിറ്റിയിലെല്ലാം വന്നു. ഭയങ്കര പാവമായിരുന്നു, എനിക്ക് ഭയങ്കര സ്നേഹവും കാര്യങ്ങളൊക്കെ ആയിരുന്നു. പക്ഷെ ആളുടെ മക്കളും ആളെ ട്രീറ്റ് ചെയ്യുന്ന അങ്ങനെയല്ല. ഇവിടെ ജനിച്ചു വളർന്ന മക്കളാണ്. ഒരു 20 വയസ്സുള്ള പെൺകുട്ടി വന്നിട്ടാണ് എൻ്റെ അടുത്ത് സംസാരിച്ചത്. എനിക്ക് ഇവിടെ നിൽക്കാൻ പറ്റില്ല, ഇങ്ങനെയാണെന്നെല്ലാം പറഞ്ഞു. ഞാൻ അപ്പം തന്നെ, ഇപ്പൊ രാത്രി സമയം 12 മണിയായിട്ടുണ്ട്. അപ്പൊ ഞാൻ 12 മണിക്കാണ് ഞാൻ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. എന്താ പറയാ, എനിക്കറിയില്ല ഞാൻ ഇപ്പൊ ഇവിടുന്ന് എങ്ങോട്ടാ പോവാന്നുള്ളത്. പെട്ടെന്ന് രാത്രി പറയുമ്പോൾ എനിക്ക് ഈവൻ അറിയുന്ന വേറെ ആൾക്കാരുണ്ടെങ്കിൽ പോലും അവരെനിക്ക് രാത്രി വിളിച്ച് ബുദ്ധിമുട്ടിക്കാൻ പറ്റില്ല. കാരണം അവർക്കൊരു മനസ്സില്ലല്ലോ, എനിക്കൊരു മനസ്സുണ്ടല്ലോ. അതുകൊണ്ട് എനിക്ക് ആരും വിളിച്ച് ഈ രാത്രി ബുദ്ധിമുട്ടിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഞാൻ എന്തായാലും അവിടെ നിന്ന് ഇറങ്ങി. ഓക്കെ, അപ്പൊ പുള്ളിക്കാരി ആ പറഞ്ഞതെന്ന് പറഞ്ഞത് വലിയൊരു പോയിന്റ് തന്നെയാണ്. ഇപ്പൊ നമുക്ക് പലർക്കും തോന്നിയേക്കാം, ഇപ്പൊ പുള്ളിക്കാരിക്ക് എന്താണ്, പുള്ളിക്കാരി ഇത്രയും ഫേമസ് ആയിട്ടുള്ള ഒരാളല്ലേ, അപ്പൊ അമേരിക്കനകത്ത് പുള്ളിക്കാരിക്ക് ഫ്രണ്ട്സും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ലേ എന്നൊക്കെ നമുക്ക് ചിലപ്പോൾ തോന്നിയേക്കാം. പക്ഷേ അതിനുള്ള മറുപടിയാണ് പുള്ളിക്കാരി പറഞ്ഞത്. പുള്ളിക്കാരി ഇപ്പൊ അങ്ങനെ ആരെങ്കിലും വിളിക്കണമെങ്കിൽ തന്നെ നമ്മളൊന്ന് ആലോചിച്ച് നോക്കാം. അത്രയും സമയം എന്ന് പറഞ്ഞാൽ പാതിരാത്രി 12 മണിയാണെന്നാണ് പുള്ളിക്കാരി പറയുന്നത്. അപ്പൊ ആ ഒരു ടൈമിനകത്ത് ഇങ്ങനെ നമ്മുടെ ആവശ്യത്തിന് വേണ്ടിയിട്ട് ഒരാളെ വിളിക്കുക എന്ന് പറയുന്നത്, അത് പുള്ളിക്കാരിയുടെ ഒരു മാനേഴ്സ് വെച്ചിട്ടാണ് പുള്ളിക്കാരി വിളിക്കാത്തത്. ഇപ്പൊ അവരുടെ ഒരു മാനേഴ്സ് ആണ് അവര് പുള്ളിക്കാരിനെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടത് എന്ന് പറഞ്ഞിട്ട് പുള്ളിക്കാരിയും അതേ മാനേഴ്സ് തന്നെ ബാക്കിയുള്ളവരോട് കാണിക്കണമെന്നല്ലല്ല. പുള്ളിക്കാരിക്ക് പുള്ളിക്കാരിയുടേതായ ഒരു ഇതൊക്കെ ഉണ്ടാവും, അത് വെച്ചിട്ടാണ് അത് ചെയ്തത്. പുള്ളിക്കാരൻ ഭയങ്കര ഭാവമാണ്. നിങ്ങൾ ഇനി വീഡിയോ കണ്ടിട്ട് ആള് മോശമായി ചെയ്തതെന്ന് ആലോചിക്കുമല്ലോ എന്ന് ഓർത്തോണ്ടാണ് ഞാൻ ഇത്രയും പറഞ്ഞത്. കാരണം ആള് പറയുന്നത്, പുള്ളിക്കാരൻ എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞത്, അതായത് സ്വന്തം അമ്മയുടെ അച്ഛൻ ഇവിടെ റെന്റിനാണ് താമസിക്കുന്നതെന്നാണ് പറഞ്ഞത്. അതായത് മേ ബി അമേരിക്കയിലെ കൾച്ചർ അങ്ങനെ ആയിരിക്കും, ഇവിടെ ജനിച്ചു വളർന്ന മലയാളീസും അല്ലെ അങ്ങനെ ആയിരിക്കും കൾച്ചർ. എന്തായാലും ഞാൻ ഈ വീട്ടിലിരുന്നാണ് താമസിച്ചത്. അപ്പോൾ എന്താ പറയാ, എനിക്ക് ഭയങ്കര, എന്നെ ഇറക്കി വിട്ടാലല്ല എനിക്ക് വിഷമം. കാരണം ആ പുള്ളിക്കാരൻ എൻ്റെ അടുത്ത് അത്രയും സ്നേഹത്തോടെ
ഭയങ്കര സ്നേഹത്തോടാണ് എൻ്റെ അടുത്ത് സംസാരിച്ചിട്ടുണ്ടായിരുന്നത്. അത്രയും ആളെന്നെ ഇന്ന് വയ്യ 70 വയസ്സുണ്ട്. ആ 70 വയസ്സുള്ള ആളെന്നെ ന്യൂയോർക്കെല്ലാം കറക്കാനെല്ലാം കൊണ്ടുപോയി. ഞാൻ ഒറ്റയ്ക്ക് പോവാന്ന് പറഞ്ഞിട്ട് പുള്ളി എൻ്റെ കൂടെ വന്നു. അതായത് അത്രയും എനിക്ക് എന്താ പറയാ, ആള് ഇത്രയും ഇവിടെ ഇങ്ങനെ സ്വന്തം മകളുടെ വീട്ടില് ഇങ്ങനെതായി നിൽക്കുവാന്നൊന്നും എനിക്കറിയില്ലായിരുന്നു. കാരണം 4 വർഷമായിട്ട് എനിക്കറിയാം ഞാൻ US വരുന്നു. എത്ര വിസ കൊടുക്കുന്നതിന് മുന്നേ തന്നെ വിസ കൊടുക്ക് എന്നാ US വരുന്നേ അങ്ങനെ പറഞ്ഞ് വിളിക്കുന്ന ഒരു പാവം പുള്ളിയായിരുന്നു. പക്ഷെ കൊച്ചുമക്കളും മക്കളൊക്കെ ഇങ്ങനെയാണ് സ്വന്തം അച്ഛനോടൊക്കെ ഇങ്ങനെ കാണിക്കുന്നത് എനിക്കറിയില്ലല്ലോ. എന്തായാലും ഇവിടെ എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയില്ല. ഞാനിപ്പോൾ ഇവിടെ നെടുറോട്ടിലേക്ക് ഇവിടെയാണെങ്കിൽ ഇപ്പോൾ മഴയും നല്ല തണുപ്പൊക്കെയാണ്. ഇപ്പോൾ ഒരു 6 ഡിഗ്രി ഒക്കെയാണ് ഇവിടെ ഉള്ളത്. നിങ്ങൾക്ക് കാണുന്നുണ്ടാവും, ഫുൾ ഫോഗായിട്ട് ഇരിക്കുന്നു. അപ്പോൾ എനിക്കറിയില്ല ഞാൻ എന്താ ചെയ്യേണ്ടതെന്നുള്ളത്. എനിക്ക് എന്താ പറയാ, എന്താ പറയണ്ടതെന്ന് അറിയുന്നില്ല. കാരണം എനിക്കറിയില്ല ഞാൻ എന്താ പറയണ്ടേന്നുള്ളത്. ഞാൻ അത്ര ഇമോഷണൽ ആയിട്ടാണ്. എനിക്കറിയില്ല, എനിക്ക് ഇതുവരെ എൻ്റെ ലൈഫിൽ ഇങ്ങനെ ഒരു അനുഭവം എനിക്ക് ഉണ്ടായിട്ടില്ല. ഭയങ്കര എന്താ പറയാ, ഭയങ്കര എനിക്ക് ബുദ്ധിമുട്ട് തോന്നുക. കാരണം ഞാൻ എന്തോരം ഫാമിലിയുടെ ആളുകളുടെ വീട്ടിലൊക്കെ താമസിച്ചിട്ടുള്ളതാണ്. അവരൊക്കെ എന്നെ സ്വന്തം വീട്ടിലെ ഒരാളെ പോലെയാണ് കണ്ടുകൊണ്ടിരുന്നത്. ബട്ട് പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം അവിടുത്തെ അതായത് ആള് തന്നെ ആ വീട്ടിൽ അങ്ങനെയാണ് നിൽക്കുന്നത്. അപ്പൊ പിന്നെ എന്റെ കാര്യം പറയണ്ടല്ലോ. പക്ഷെ ഇതൊന്നും എനിക്ക് അറിയില്ലായിരുന്നു. ഈ പുള്ളിക്കാരൻ ഞാൻ വരുന്ന കാര്യം തന്നെ മക്കളോടും കൊച്ചുമക്കളോടും ഒന്നും പറഞ്ഞിട്ടില്ല എന്നാണ് ഇവർ പറഞ്ഞത്. എനിക്ക് അതൊന്നും അറിയില്ലായിരുന്നു. എന്തായാലും ഞാനിപ്പോ തണുക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ എന്തൊരവസ്ഥയാണ് നോക്കുക. അത്രയും തണുപ്പത്ത് അത്രയും രാത്രിനകത്ത് തന്നെ പുള്ളിക്കാരനെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ട ആ ഒരു ശരിക്കും മക്കളുടെ ഭാഗത്ത് തന്നെയല്ലേ എനിക്ക് ഈ ഒരു വിഷയത്തിനകത്തൊക്കെ തെറ്റും. അത് പിന്നെ തെറ്റ് ശരിയൊക്കെ നമ്മളിതിനകത്ത് നോക്കാൻ നിന്ന് കഴിഞ്ഞാൽ വലിയ പ്രശ്നമാണ്. കാര്യം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കൾച്ചറല്ല അവരുടെ കൾച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അവരുടെ കൾച്ചർ എന്ന് പറഞ്ഞാൽ വേറെ രീതിക്ക്. അതുകൊണ്ട് തന്നെയുള്ള സ്വന്തം അച്ഛൻ ഇങ്ങനെ സ്വന്തം വീട്ടിനകത്ത് കാശ് കൊടുത്ത് ജീവിക്കേണ്ട ഒരു അവസ്ഥ വരാന്ന് പറഞ്ഞാൽ, സ്വന്തം മക്കളുടെ കൂടെ നിൽക്കാൻ വരെ അങ്ങോട്ട് കാശ് കൊടുത്ത് ജീവിക്കണമെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇവിടെ ഒന്നും നമുക്ക് ഒട്ടും ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത കാര്യമാണ്. പക്ഷെ അവിടുത്തെ കൾച്ചർ അങ്ങനെ ആയിരിക്കാം, അതുകൊണ്ടായിരിക്കാം അവരങ്ങനെ ചെയ്യുന്നത്. പക്ഷെ എന്തിന്റെ പേരിലാണെങ്കിലും ഒരാളെ ഒരു മനുഷ്യൻ എന്നുള്ള രീതിക്ക് ഒരാളെ നമ്മൾ ഇപ്പൊ പെൺകുട്ടി ആൺകുട്ടി അങ്ങനത്തെ ഒരു രീതിക്കൊന്നും ഞാൻ തിരിക്കില്ല. പക്ഷെ എന്നാലും ഒരു മനുഷ്യനെ നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും രാത്രി ഒരു അയാളുടെ സ്ഥലം പോലെ അല്ലാത്തൊരു ഈ പുള്ളിക്കാരനെ വിശ്വസിച്ചിട്ടാണ് ആ പുള്ളിക്കാരി വന്നത്. അപ്പൊ അങ്ങനെയുള്ള ഒരു അവസ്ഥേനകത്ത് ഇറക്കി വിടാന്ന് പറഞ്ഞാൽ അതൊരിക്കലും നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു കാര്യം തന്നെയാണ്. ഇനി ഇത് കഴിഞ്ഞിട്ട് ഈ പുള്ളിക്കാരി ഈ ഒരു ഫ്രണ്ടിനെ നമുക്കൊന്ന് ആദ്യം കാണാട്ടെ. ഈ ഫ്രണ്ടിനെ മുന്നത്തെ വീഡിയോനകത്ത് കാണിക്കുന്നുണ്ട്, അതൊന്ന് കാണാം. അപ്പൊ ഞാനും ആളും കൂടെ വാറൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ഥലത്തേക്ക് പോവാണ്. ഇവിടുന്ന് ഒരു 1/2 മണിക്കൂറാണുള്ളത്. ഇവിടെ പിന്നെ മൈൽസ് ആണ് കേട്ടോ, അതായത് കിലോമീറ്റർ അല്ല മൈൽസ് ആണ് കാൽക്കുലേറ്റ് ചെയ്യുക. ഇവിടെ എല്ലാം കുറച്ച് ഡിഫറെന്റ് ആണ്. അപ്പൊ ഇതാണ് നമ്മളെ ജോർജ്. ഹായ്, എന്തിന്റെ വിശേഷം? സുഖമായിട്ടിരിക്കുന്നോ? ഓക്കെ, നാട്ടിലെവിടെയായിരുന്നു? ചെങ്ങന്നൂര്. ഓക്കെ, അപ്പൊ ആള് കുറെ വർഷമായിട്ട് ഇവിടെ തന്നെയാണ്. എനിക്ക് തോന്നുന്നു ഒരു 12 വർഷമൊക്കെ ആയില്ലേ? 13 വർഷമായി. 13 വർഷമായിട്ട് ഇവിടെ തന്നെയാണ്. ഇവിടുത്തെ സിറ്റിസൺ ഒക്കെ ആണ്, ഇവിടുത്തെ പാസ്പോർട്ട്. ഓക്കെ, അപ്പൊ ഇങ്ങനെ കാരണമാണ് ഈ കണ്ട പ്രശ്നം മുഴുവൻ ഉണ്ടായത്. പക്ഷെ ഇങ്ങനെ മാത്രം നമ്മൾ കുറ്റപ്പെടുത്തേണ്ട കാര്യമില്ല. പക്ഷെ എന്നാലും പുള്ളിക്കാരനെ ചിന്തിക്കേണ്ട ഒരു കേസായിരുന്നു. ഇപ്പൊ ആ പുള്ളിക്കാരൻ തന്നെ അവിടെ ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനകത്താണ് താമസിക്കുന്നത്. അപ്പൊ എന്തിന്റെ ഉറപ്പിനകത്താണ് പുള്ളിക്കാരൻ ഇപ്പൊ ഈ പുള്ളിക്കാരനെയൊക്കെ ഇങ്ങനെ വിളിച്ചത്, ഇങ്ങനെ പോരും ഇവിടെ നിൽക്കാന്നൊക്കെ ഉള്ള രീതിക്ക് വിളിച്ചത് എന്നുള്ളത് ഒരു വലിയ ചോദ്യം തന്നെയാണ്. അപ്പൊ ഇത് കഴിഞ്ഞിട്ട് ഇനി ഈ പുള്ളിക്കാരി മെക്സിക്കോനകത്തേക്ക് ചെന്ന് അവിടെ നിന്ന് ലിഫ്റ്റ് ഒക്കെ അടിച്ചിട്ടാണ് മെക്സിക്കോനകത്തേക്ക് ചെന്ന് അവിടെ റൂം എടുത്ത് കഴിഞ്ഞിട്ട് അവിടെ നിന്ന് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. നമുക്ക് അതും കൂടെ ഒന്ന് കാണാം. ഇവിടെ റൂം എടുത്തിട്ടുണ്ട്. അപ്പോൾ എന്നെ ഹെൽപ്പ് ചെയ്ത ആളെല്ലാം ഇവിടുന്ന് പോയി. സോ ഇതാണ് ഈ കാണുന്ന ഞാൻ റൂം. ഇവിടെ എല്ലാ റൂംസ് എല്ലാം ഭയങ്കര എക്സ്പെൻസീവ് ആയിരിക്കും. അപ്പോൾ ഇവിടെ $110 ഈ റൂമിന്റെ റേറ്റ് വരുന്നത് കേട്ടോ. അതായത് 8,000 സംതിങ്, 8,000 അല്ല 9,000 സംതിങ് വരും ഇന്ത്യൻ റുപ്പി. അത്രയും റേറ്റ് ഉണ്ട്. ഇവിടെ ഹോസ്റ്റലിൽ തന്നെ 5,000 $60 ഒക്കെയാണ്. അതായത് ഹോസ്റ്റലിലെ ഡോം ഒരു ബെഡ് സ്പേസിന് തന്നെ അത്രയും റേറ്റ് വരുന്നുണ്ട്. അക്കോമഡേഷൻ ഒക്കെ ഓഫ് കോഴ്സ് എക്സ്പെൻസീവ്. ഓക്കെ, അപ്പൊ ഓൾമോസ്റ്റ് 10,000 രൂപയുടെ അടുത്താണ് അവിടെ റെന്റും കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പൊ എന്താണെങ്കിലും പുള്ളിക്കാരി ഇപ്പൊ നിലവിൽ സേഫ് ആയിട്ട് അവിടെ എത്തിയിട്ടുണ്ട്. അപ്പൊ ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനൊക്കെ നമ്മൾ ഈ ഒരു ട്രാവൽ വ്ളോഗേഴ്സും അല്ലെങ്കിൽ സോളോ ട്രാവലൊക്കെ ചെയ്യുന്നവർ അനുഭവിക്കാവുന്ന ഒരു കാര്യമാണ് ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നമ്മളിപ്പോ ആരെങ്കിലും വിശ്വസിച്ചിട്ട് അവിടെ വന്നോ എന്റെ കൂടെ നിൽക്കാന്നൊക്കെ പറഞ്ഞിട്ട് പറയുന്ന ആ ഒരു വാക്കിന്റെ ഉറപ്പിനകത്ത് നമ്മൾ ചിലപ്പോൾ പോയെന്ന് വരും. പക്ഷെ അവിടെ എത്തിക്കഴിയുമ്പോഴത്തേക്ക് ഇങ്ങനത്തെ പല സിറ്റുവേഷനുകളും നമ്മൾ ചിലപ്പോൾ അനുഭവിക്കേണ്ട
വന്നെന്ന് വരാം. അപ്പൊ അങ്ങനത്തെ ഒരു ഇത് എല്ലാവർക്കും ഇതൊരു അവയർനെസ് പോലെയൊക്കെ നമുക്ക് ഈ ഒരു വീഡിയോ കാണാവുന്നതായിട്ടാണ് എനിക്കത് കണ്ടപ്പോഴത്തേക്കും തോന്നിയത്. അപ്പൊ എനിക്ക് ഇത്രയാണ് ഇതിനകത്ത് പറയാനുള്ളത്. അല്ലാണ്ട് ഇപ്പൊ നമുക്ക് ഭയങ്കര രീതിക്ക് അവരുടെ വീട്ടുകാരെ വിമർശിക്കാനോ ഒന്നും പറ്റൂല. കാര്യം അത് അവരുടെ കൾച്ചർ ചിലപ്പോൾ അങ്ങനെ ആയിരിക്കും. അവർക്ക് ചിലപ്പോൾ അവരുടെ വീട്ടിനകത്ത് വന്ന അയാളെ ഇഷ്ടപ്പെടാത്തതുകൊണ്ട് ഇറക്കി വിട്ടതും ആവാം. നമുക്കപ്പോൾ ആരെയും ഇവിടെ ഭയങ്കര രീതിക്ക് കുറ്റക്കാരനായിട്ടൊന്നും പറയാൻ പറ്റാത്തൊരു അവസ്ഥയിനകത്താണ് ഉള്ളത് ഈ ഒരു സിറ്റുവേഷൻ. അപ്പൊ എനിക്ക് അത്രയാണ് ഇതിനകത്ത് പറയാനുള്ളത്. അപ്പൊ എന്താണ് ഇതിനെപ്പറ്റി നിങ്ങൾക്ക് പറയാനുള്ളത്? ഈ വീഡിയോയുടെ കമന്റ് വീഡിയോ ഇഷ്ടപ്പെട്ടല്ലേ സബ്സ്ക്രൈബ് ചെയ്യാൻ. പലർക്കും അടുത്തൊരു വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ബിസി.